ഹലോ ഗൈസ്, എല്ലാവർക്കും ഡയറക്റ്റ് കേരള പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ കാഞ്ഞാറിന്ന് വാഗോൺ പോകുന്ന വഴിക്ക് ഇലഞ്ഞിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നല്ലൊരു സീനറി കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ്. നല്ലൊരു മനോഹരമായ ഒരു ഏരിയ ആണ്. എങ്കിലും നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഞങ്ങൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. 2 മണിക്കൂർ എടുത്ത് അവിടെ നമ്മൾ. പക്ഷേ നല്ല വഴി ചെറിയൊരു കുറച്ച് മോശം വഴിയാണ്, എങ്കിലും കുഴപ്പമില്ല. നമുക്ക് വർത്തായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ. ഈ ഒരു ഇവിടെ വന്നപ്പോൾ തന്നെ നല്ലൊരു സ്ഥലമാണെന്നിങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് വാഗമണിന് മുമ്പ് ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഈ വഴിക്ക് പോകുന്നത്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിക്കാണ് ഇങ്ങനൊരു സ്ഥലം കണ്ടു കിട്ടിയത്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ പോകുന്ന വഴിക്ക് ബാക്കി കാഴ്ചകളൊക്കെ കണ്ട് അതൊക്കെ എൻജോയ് ചെയ്ത് പോകാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കി പിന്നെ കാണാം. Shut up and sit down. Shut up and sit down. വണ്ടിയിൽ ഇത്രയും പേരുണ്ട്. എല്ലാം നമ്മുടെ ചങ്കുകളാണ്, നാട്ടുകാരാണ്. ഒരാള് സൗദിയിൽ നിന്ന് വന്നിരിക്കുന്നു, ഒരാള് UK നിന്ന് വന്നിരിക്കുന്നു, ഒരാൾ ദുബായ്, 2 പേര് ദുബായിൽ നിന്നുള്ളവരാണ്. ബാക്കി എല്ലാവരും നാട്ടിൽ കൂടെ ഉള്ളവരാണ്. കൊറോണയാന്ന് പറഞ്ഞാലും പേടിക്കണ്ട. എല്ലാവരും വന്നിട്ട് കുറെ നാളായതാണ്. കൊറോണ ഇന്ത്യയിലും ബാക്കി രാജ്യങ്ങളിലും ഇതാകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും നാട്ടിൽ വന്നവരാണ്. തെറി വിളിക്കാനുള്ള ആരെങ്കിലും തെറി വിളിക്കുന്നുണ്ടെങ്കിൽ മയത്ത് തെറി വിളിക്കുക. നമ്മളിപ്പോൾ പുള്ളിക്കാനത്ത് ആണ് നിൽക്കുന്നത്. വാഗമണിലാണ് സ്ഥലം. പുള്ളിക്കാനത്ത് ചാമ്പയ്ക്കാത്തോട്ടം എന്ന് പറഞ്ഞ ഒരു മലയിലോട്ടാണ് നമ്മൾ പോണത്. വണ്ടി റോഡ് സൈഡിൽ നിർത്തി വെച്ചിട്ട് കുറച്ച് ദൂരം നടക്കാണ്ടുള്ള ഇതുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ അങ്ങോട്ട് നടക്കാം. നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് DC കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ മിസ്റ്റർ സ്റ്റീഫനാണ്. ഇപ്പം നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്, നമ്മുടെ സുഹൃത്താണ്. സുഹൃത്ത് ഫ്രണ്ട് വഴി കാണിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫോട്ടോ അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കാണുന്നതിനേക്കാൾ ലുക്കുള്ള ഫോട്ടോ അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. ജോൺസണൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 2 മിനിറ്റ് നടന്നപ്പോൾ തന്നെ ദഹിച്ചെന്ന് പറഞ്ഞാണ് ജോൺസൺ കിടക്കുന്നത്. ജോൺസാ നമ്മളിപ്പോൾ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെയാണ് നടക്കുന്നത്.
എല്ലാവരും ആഞ്ഞ് നടക്കുന്നുണ്ട്. അടുത്തൊരു വേലി ആടാൻ പോവുകയാണ്. നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ തന്നെ ആദ്യമേ വേലിയാടി കാണിച്ചിരുന്നുണ്ട്. വീട്ടിലാണെന്നോ ഇടയ്ക്ക് ജാബായി പോവല്ലോ കേട്ടോ. കേറാ എന്ത് കാര്യം ജോൺസണൊക്കെ ജോൺസൺ വേലിയുടെ ബലം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോൺസൺ പെട്ടു. എന്തൊക്കെ ജോൺസൺ അവിടെ ലോക്കായി പോയിരിക്കുകയാണ്. ജോൺസൺ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ ലോക്കായി പോയിരിക്കുകയാണ്. എല്ലാവരും കൂടെ ജോൺസനെ പിടിച്ചിറക്കാനുള്ള പരിശ്രമത്തിലാണ്. ജോൺസൺ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും കയറണം. കയറി കഴിഞ്ഞാൽ കയറാൻ പറ്റില്ലെങ്കിൽ സൈഡിൽ കൂടെ കയറിയാൽ മതിയല്ലോ ഓർത്തണ്ട. തിരിച്ചു പിടിക്കും, ഇങ്ങോട്ട് പിടിക്കാം. എന്നാലല്ലേ മാറിപ്പോ. പണ്ട് മതിൽ ചാടിയത് കാരണം കൂളായിട്ട് ഇറങ്ങി പോകുന്നത് എളുപ്പമുണ്ട്. പണ്ടേ ചാടി ചാടി ശീലമുള്ളതുകൊണ്ട് ഹോസ്റ്റലിൽ മതിൽ ചാടി കാരണം അങ്ങനെ പറയുന്നത്. ഹോസ്റ്റലിലെ മതിൽ നമ്മൾ ഒരിക്കലും ചാടിയിട്ടില്ല. ആൽപ്പാറ മുക്കിലേക്ക് കിട്ടാലോ. നല്ലൊരു വ്യൂ ആണ്. നമ്മൾ ഒരു കാട്ടിൻ്റെ അകത്തൂടെ നടക്കുന്നൊരു ഫീലിങ്, ചെറിയൊരു കാട്ടിൻ്റെ അകത്തൂടെ നടക്കുന്നൊരു ഫീലിംഗാണ്. നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. നല്ലൊരു വ്യൂ ആണ്. ഇവിടെ വന്നതിനേക്കാളും അവനുള്ളത് കൊണ്ടാണ്, സ്റ്റീഫനുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. എനിക്ക് നല്ലൊരു, നമ്മളിപ്പോൾ ഈ തോട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ഈ രണ്ട് സൈഡിലും ഈ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതിനകത്തുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആണ്. നമ്മളിപ്പോൾ ഈ മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്. അതൊന്നും നടക്കാണ്ടൊന്നുമില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ളേ ഉള്ളൂ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. അടിപൊളി ഇടുക്കം വ്യൂ ആണ് ഇവിടുത്തെ. ഇവിടുന്ന് കുറച്ചും കൂടെ നടക്കാനുണ്ട് ഫ്രണ്ട്, അതിൻ്റെ എഡ്ജ് വരെ പോകാനായിട്ട്. ഇനി താഴത്തോട്ടൊരു കുത്തനെ ഒരു ഇറക്കമാണ്. ദൈവമേ, കാത്തോളി എന്ന് പറഞ്ഞു വെച്ചിട്ട് മൂന്നാമത്തെ വളവ്. പണ്ട് പപ്പു പറഞ്ഞ പോലെ മുത്തശ്ശി ഒറ്റ വിളിയായിരുന്നു.
ഒരു വള്ളിയല്ലോ ഒരു വാഴവള്ളിയ എന്നാ പറഞ്ഞ അവിടെ ഫോട്ടോ സെക്ഷനാണ് നടക്കണേ. പല വിധത്തിലുള്ള പോസുകൾ നമ്മുടെ ജോമേഷ് കൊടുക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ നിലത്ത് കിടന്നും ഇരുന്നും എല്ലാം എടുക്കുന്നുണ്ട്. ഞാനും വരാം. ജോൺസാ പതുക്കെ താഴെ പോയാൽ പെറുക്കെടുക്കാൻ പറ്റിയല്ല. നമ്മൾ കയറി വന്നപ്പം മരങ്ങൾ കണ്ടില്ലേ സൈഡിൽ കൂടെ ഉള്ള ആ മരങ്ങളെന്ന് പറയുന്നത് ചാമ്പത്തോട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചാമ്പയ്ക്കാത്തോട്ടം എന്നുള്ളത് ഈ മലയ്ക്ക് ഒരു പേര് വരാൻ കാരണം. പനിനീർ ചാമ്പയാണ് ഇവിടെ മൊത്തം. ഈ ചാമ്പത്തോട്ടത്തിൽ നടക്കാമെന്ന് പറഞ്ഞൊരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ചാമ്പത്തോട്ടത്തിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്താറായി. എന്നാലും നല്ലൊരു പ്ലേസാണ്. ഇവിടെ വരുന്നവർ വാഗമൺ പുള്ളിക്കത്തോട്ടത്തിൽ വരുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നല്ലൊരു പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇത്തിരി കോടയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും നമ്മൾ വരാൻ പരിശ്രമിക്കുക. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഇന്ന് ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഒറ്റയൊരു ഇതിൽ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം. ഓടിച്ചിട്ട് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് കഴിയുന്നതും കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.